Yes. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. 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 നമ്മുടെ ധ്യാനം വിശുദ്ധ കുർബാനയിൽ നിന്നുള്ള ദേവമാലയോടുകൂടി ആരംഭിച്ചു. ദേവമാല നമ്മളെ വളരെ ആഘോഷമായിട്ട് നമ്മളെ അർപ്പിച്ച പരിശുദ്ധ മാതാവിൻ്റെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയെല്ലാം സമർപ്പിച്ച് നമ്മളെ തുടങ്ങി. അതിനുശേഷം വിശുദ്ധ ബലിയിൽ പങ്കുചേർന്ന്, പ്രത്യേകിച്ച് ഞായറാഴ്ച കൂടിയായിരുന്നു ബലിയിൽ പങ്കുചേർന്നു. ഇനി നമ്മുടെ ധ്യാനത്തിൻ്റെ ആ ഭാഗമായ വചനപ്രഘോഷത്തിലേക്ക് കടക്കുകയാണ്. അതിനു മുൻപായിട്ട് എല്ലാവർക്കും, പ്രത്യേകിച്ച് ടീമംഗങ്ങൾക്കും ധ്യാനിക്കാൻ മക്കളുകൾക്കും ഒക്കെ ഒരു സ്വാഗതം ആശംസിക്കാനും ഇവിടുത്തെ ചില കാര്യങ്ങളൊക്കെ ആയിട്ട് കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാനും വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് മൈക്ക് തോമസ് പോൾ ബ്രദറിന് കൈമാറുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ കാരുണ്യാഭിഷേക വളർച്ചാ ധ്യാനം ആണ് നമ്മുടെ ധ്യാനത്തിൻ്റെ ടൈറ്റിൽ. തോമസ് പോളിൻ്റെ നേതൃത്വത്തിൽ ടീമംഗളെല്ലാവരും കൂടെ കൂടി നടത്തുന്ന ധ്യാനം. നമ്മുടെ ഉദ്ദേശിച്ച ആൾ വന്നിട്ടില്ല. ഇതിലൊക്കെ കുറച്ചേറെ പേര് രജിസ്റ്റർ ചെയ്തിരുന്നു, എല്ലാവരും എത്തിയിട്ടില്ല. ഒന്ന് രണ്ട് കൺഫ്യൂഷൻസ് ഈ സമയത്ത് ഇതിനോടനുബന്ധിച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, നമ്മൾ ആദ്യം അനൗൺസ് ചെയ്തിരുന്ന 5-ാം തീയതി നോട്ടീസിലൊക്കെ ആദ്യം അടിച്ചത് 5-ാം തീയതി മുതലാണ്. തോമസ് ഇവിടെ കാണില്ല, ജർമ്മനിയിലായിരിക്കും, പിന്നീട് പുറത്തുള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് 5-ാം തീയതി ആണ് നമ്മൾ ആദ്യം നോട്ടീസിൽ അടിച്ചത്. പിന്നീടാണ് 4-ാം തീയതി പറഞ്ഞുകൊണ്ട് വേറൊരു നോട്ടീസ് അടിച്ച് 4-ാം തീയതിത്തെ ഡേറ്റ് പ്രകാരം നമ്മൾ ആരംഭിച്ചു. അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ പലരുടെയും ഇതിലൊക്കെ ചോദിച്ചു, തിങ്കളാഴ്ച എപ്പോഴാണ് തുടങ്ങുന്നത് എന്നൊക്കെ വിളിച്ച് ചോദിച്ചവരും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നാളെ കൂടി ഏതാനും പേരെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. മറ്റൊന്ന്, ഇവിടെ പാറേപ്പള്ളിയിലെ തിരുനാളാണ്. ഈ ദിവസങ്ങളിലെ മാതാവിനോടൊക്കെ ഒത്തിരിയേറെ വണക്കമുള്ളവർ, അടുപ്പമുള്ളവരൊക്കെ ഇവിടെ ഈ ഭാഗത്തൊക്കെ ധാരാളമുണ്ട്. അപ്പം അതിട്ടിട്ട് എങ്ങനെയാണ് ധ്യാനത്തിന് വരുന്നതിനെ പറ്റി ചോദിച്ചത്. റെഗുലറായിട്ട് എല്ലാ ദിവസവും നോവേനയ്ക്കും വിശുദ്ധ ബലിക്കും ഒക്കെ പങ്കെടുക്കുന്നതാണ്, അത് മുടങ്ങുമല്ലോ എന്ന് ചിലരിങ്ങോട്ട് ചില തടസ്സങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ പല കാരണങ്ങളാൽ ആളും അല്പം കുറവായിട്ടുണ്ട്. നാളെ കുറച്ച് പേരുടെ വൈകിട്ടും നാളെയായിട്ട് കുറച്ച് പേരും കൂടെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമ്മൾ ആരംഭിക്കുകയാണ്, അല്ലെങ്കിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഈ ധ്യാനം നല്ല ഭംഗിയായിട്ട് നടത്തുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് ഞാൻ ഡയറക്ടർ എന്ന നിലയിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ധ്യാനം നയിക്കുന്നത് അറിയാവുന്നത് തോമസ് പോൾ, അദ്ദേഹത്തിൻ്റെ ടീമുമാണ്. തോമസ് പോൾ ബ്രദറിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒക്കെ അറിയാം. ഇപ്പോഴാണെങ്കിൽ ഷാലോ ടി വിയിലും അതുപോലെ തന്നെ ഗുഡ്നസ് ടി വിയിലും ഒക്കെ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ കുറച്ചു കാലങ്ങളായിട്ട് ഇവിടെയൊക്കെ അധികം കാണുന്നില്ല എന്നൊക്കെ ചിലരൊക്കെ ഇങ്ങനെ പറഞ്ഞു. ചങ്ങനാശ്ശേരിയിലെ ബൈബിൾ കൺവെൻഷൻ, ചങ്ങനാശ്ശേരി അതിരൂപത ബൈബിൾ കൺവെൻഷൻ്റെ ആദ്യത്തെ 1-2 കൺവെൻഷൻ പരിപൂർണമായിട്ടും തോമസ് പോൾ ബ്രദറാണ് നയിച്ചത്. ഇപ്പോൾ പാറേപ്പള്ളിയുടെ അങ്കണത്തിൽ നടക്കുന്ന നോയമ്പിൻ്റെ ആരംഭത്തിൽ നടക്കുന്ന ആ ബൈബിൾ കൺവെൻഷൻ, അതിരൂപത ബൈബിൾ കൺവെൻഷൻ ആരംഭത്തിലെ ചങ്ങനാശ്ശേരി കത്തീഡ്രൽ പള്ളിയുടെ അങ്കണത്തിലായിരുന്നു. അത് ആദ്യത്തെ 1 അല്ലെങ്കിൽ 2 കൃത്യം ഓർക്കുന്നില്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നു. തോമസ് പോളാണ് ആ ധ്യാനം നയിച്ചത്, ആ കൺവെൻഷൻ നയിച്ചത്. അതിനു മുൻപ് ഒരു 3 പ്രാവശ്യത്തോളം ചങ്ങനാശ്ശേരിയിലെ കരിസ്മാറ്റിക് സോണിൻ്റെ നേതൃത്വം നടത്തിയിരുന്ന കൺവെൻഷനാണ്. ചങ്ങനാശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിലായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അത് ഞങ്ങളൊക്കെ കൂടിയാണ് നടത്തിക്കൊണ്ടിരുന്നത്. 2-3 വർഷത്തെ അതിൻ്റെ കൺവീനറും ഒക്കെ ഞാനായിരുന്നു. അത് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് പിന്നീടാണ്
അത് അതിരൂപത ഏറ്റെടുത്ത് അതിരൂപത ബൈബിൾ കൺവെൻഷൻ എന്നുള്ള നിലയിൽ അതൊന്ന് രൂപാന്തരപ്പെടുത്തി അങ്ങനെ ചങ്ങനാശ്ശേരി പള്ളിയുടെ അങ്കണത്തിലെ കൺവെൻഷൻ ആരംഭിച്ചത്. ആ കൺവെൻഷൻ ആദ്യത്തെ വർഷങ്ങളിൽ നേതൃത്വം കൊടുത്തത് തോമസ് പോളാണ്. അപ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. തോമസ് പോൾ ബ്രദറിൻ്റെ കൺവെൻഷനും അല്ലെങ്കിൽ പ്രസംഗങ്ങളൊക്കെ നമ്മുടെ ടി വിയിലൊക്കെ കേൾക്കുന്നത് ഒത്തിരി ഈടുറ്റ നല്ല കഴമ്പുള്ള നല്ല കാമ്പുള്ള സന്ദേശങ്ങളാണ്, അല്ലെങ്കിൽ വചനത്തിൻ്റെ വെളിച്ചത്തിലുള്ള ധ്യാനങ്ങളാണ് എപ്പോഴും നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ട് ചിലപ്പം ഒത്തിരി താഴേക്ക് ഇറങ്ങി അല്ലെങ്കിൽ ആരംഭകർക്കൊക്കെ, പ്രത്യേകിച്ച് നവീകരണത്തിലെ ആരംഭകർക്കൊക്കെ എന്തുമാത്രം അത് കൺസ്യൂം ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഏതായാലും നമ്മളിവിടെ ഇങ്ങനെയൊരു തോമസ് പോൾ ബ്രദറിൻ്റെ നേതൃത്വത്തിൽ നമുക്കിങ്ങനെ ഒരു ധ്യാനം നടത്തുവാനായിട്ട് സാധിച്ചു. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പല പ്രാവശ്യം ബന്ധപ്പെട്ടാണ് അവസാനം ഈ ഡേറ്റൊക്കെ ഒന്ന് സംഘടിപ്പിച്ച് ഇങ്ങനെയൊരു ധ്യാനം ക്രമീകരിക്കുവാനായിട്ടിടയായത്. ഞാൻ ഈ അവസരത്തിൽ ആദ്യമേ തന്നെ നന്ദി പറയുന്നു. ഒപ്പം വളരെ സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി തോമസ് പോൾ ബ്രദറിനെയും അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങളെയും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയുണ്ട്, പേര് ഞാൻ ഓർക്കുന്നില്ല, വത്സമ്മ, പിന്നെ ടീം അംഗങ്ങളായിട്ടുള്ള ഓർഗനൈസർ പാടുന്ന മാത്യൂസ്, ഷാജി, പിന്നെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള 2 സഹോദരിമാർ അവരെ പ്രത്യേകമായിട്ട് ഞാൻ ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒരു വാക്കും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കങ്ങ് എറണാകുളം. അപ്പോൾ ഈ ധ്യാനകേന്ദ്രം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ധ്യാനകേന്ദ്രമാണ്. അതിരൂപതയുടെ ഇങ്ങനെയുള്ള നവീകരണ ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതിരൂപതയുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റു ശുശ്രൂഷകൾ, ഉദാഹരണം പറഞ്ഞാൽ പ്രീക്കാന കോഴ്സ്, വിവാഹ ധ്യാനങ്ങൾ, മറ്റ് സിസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ ആഴ്ചയിലുണ്ടായിരുന്ന സിസ്റ്റേഴ്സിൻ്റെ എക്ലേസിയ എന്ന് പറയുന്ന 3 ദിവസത്തെ പ്രോഗ്രാം, ഇങ്ങനെയുള്ള പല ശുശ്രൂഷകളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് നമ്മളുമൊക്കെ എത്തിയിരിക്കുന്നത്. ആദ്യം വരുന്നവർ കാണും, പല പ്രാവശ്യം വന്നിട്ടുള്ളവർ കാണും. എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുമ്പോഴേ ഈ ഓർമ്മിപ്പിക്കാനുള്ള എന്ത് കാര്യം, ഇത് നമ്മുടേതാണ് എന്ന നിലയിൽ കണ്ടുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഇവിടെ ആയിരിക്കണം എന്ന് ഞാൻ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, വെള്ളത്തിൻ്റെ ഷോർട്ടേജ് ഉണ്ട്. കഴിഞ്ഞ വേനലിന് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വെള്ളമില്ല എന്ന് നമ്മുടെ ടാങ്കർ ലോറിയിൽ വെള്ളം ഒഴിച്ചാണ് ആദ്യമായിട്ട് സംഭവിച്ചത്. ശുശ്രൂഷകൾ ഒത്തിരി ഉണ്ടായിരുന്നു. അതുകൊണ്ടുകൂടി ഇപ്പോഴേ ഈ നവംബർ മാസം കഴിഞ്ഞപ്പോൾ മുതൽ തന്നെ വെള്ളത്തിൻ്റെ ഷോർട്ടേജ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് വളരെ സൂക്ഷിച്ച് അത്യാവശ്യത്തിന് വെള്ളം ഉപയോഗിക്കണം എന്നൊരു അഭ്യർത്ഥനയുള്ളത്. അമിതമായിട്ട് വെള്ളം ഉപയോഗിച്ച് വെള്ളം നഷ്ടപ്പെടുത്താനായിട്ട് ഇടയാകരുത്. അക്കാര്യത്തിൽ എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഒരു പ്രത്യേകമായിട്ടൊരു അഭ്യർത്ഥന. നമ്മൾ ഒത്തിരി ഉപയോഗിച്ചാൽ പിന്നെ വെള്ളം ചിലപ്പോൾ കാട്ടിലുണ്ട്. അപ്പം അതുകൊണ്ട് പ്രത്യേകമായിട്ട് എല്ലാവരും ഈ മുറിയിലും കുളിക്കാനായിട്ട് മുറിയിൽ, അതുപോലെ ബാത്റൂമിൽ, പിന്നെ ഡൈനിങ് ഹോളിലൊക്കെ നമ്മുടെ ഇവിടെ കഴുകുമ്പോഴൊക്കെ വളരെ സൂക്ഷിച്ച് അത്യാവശ്യത്തിന് വെള്ളം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ ലൈറ്റും ഫാനും ഒക്കെ, അതിൻ്റെയൊക്കെ കറണ്ടും ഒക്കെ നമുക്കറിയാം, എല്ലാം ഉപയോഗം കഴിഞ്ഞിട്ട് അത് അതിൻ്റെ സ്വിച്ചൊക്കെ ഓഫ് ചെയ്യാനായിട്ടൂടെ പ്രിയമുള്ളവർ ശ്രദ്ധിക്കണം. മുറിയിൽ നിന്നൊക്കെ പുറത്ത് പോരുമ്പോഴേ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്തിട്ടൊക്കെ വിടാവുള്ളൂ. അതുപോലെ വെള്ളത്തിൻ്റെ ടാപ്പാണെങ്കിലും ഒക്കെ അടച്ചിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് എല്ലാം വേണ്ട രീതിയിൽ നമ്മുടെ സ്വന്തം എന്നുള്ള നിലയിൽ നമ്മളെല്ലാം ഉപയോഗിക്കുവാനായിട്ട് നമ്മളെ ശ്രദ്ധിക്കുക. നമ്മുടെ ധ്യാനം ഇവിടെ വെച്ചാണ്. പ്രാർത്ഥനകളും നമ്മുടെ ഒരു പ്രാർത്ഥനയുടെ നമ്മുടെ സഭയുടെ പ്രാർത്ഥനകളൊക്കെ ഇതോട് ചേർന്ന് നമ്മുടെ സാധാരണ രീതിയിൽ നമ്മുടെ ധ്യാനങ്ങൾക്കെല്ലാം സപ്ര പ്രാർത്ഥനയും റംസ പ്രാർത്ഥനയും വൈകുന്നേരം നമ്മൾ സാധാരണ ചെല്ലാറുണ്ട്. എൻ്റെ പുസ്തകമൊക്കെ ഇവിടെ സൈഡിൽ ഇരിക്കുന്നുണ്ട്. അതുമൊക്കെ നമുക്ക് ചെല്ലണം. ഈ ദിവസം ഒരു പരിശീലനം കൂടിയാകും. അങ്ങനെയുള്ള പ്രാർത്ഥനകളും വചനപ്രഘോഷണവും എല്ലാം ഇവിടെ തന്നെ, ആരാധനയും ഇവിടെ വെച്ച് നടത്താം. വിശുദ്ധ കുർബാന മാത്രം പോരായി. നമ്മൾ താമസിക്കുന്നത് ഇതിൻ്റെ ചുറ്റുപാട് 4 നിലകളിലായിട്ടുള്ള ഈ ഹോളിൻ്റെ 4 വശങ്ങളിലായിട്ടുള്ള മുറികളാണ്. ഇവിടെ നമുക്കൊരു സൗകര്യമുള്ളത് മറ്റു പല ധ്യാനകേന്ദ്രങ്ങൾക്കും ഇല്ലാത്തൊരു സൗകര്യം എന്ന് ചോദിച്ചാൽ ഇവിടെ മുഴുവനും റൂംസാണ്. മറ്റു പല ധ്യാനകേന്ദ്രങ്ങളിലും പോയാൽ ഹോളുകളാണ്, ഡോർമെറ്ററി സിസ്റ്റമാണ്. ഇവിടെ അതെല്ലാം മുഴുവൻ റൂംസാണ്. ബാത്ത്
അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂംസാണ്. ആ സൗകര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. പക്ഷെ അതൊക്കെ നല്ല രീതിയിൽ എല്ലാം ഉപയോഗിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം കൂടെ കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഭക്ഷണം അങ്ങേപ്പുറത്തെ ഹോളിലാണ്, ഡൈനിങ് ഹോള് അവിടെയാണ്, അതിൻ്റെ അപ്പുറത്തെ കിച്ചണും പിന്നെ സിസ്റ്റേഴ്സും ഒക്കെ താമസിക്കുന്നത്. ഇവിടെ FDSH സിസ്റ്റേഴ്സ് 3 പേർ അവരാണ് ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പോൾ ആ ഡൈനിങ് ഹോളിൽ നമ്മൾ ഭക്ഷണത്തിൽ ചെല്ലുമ്പോൾ സാധാരണ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുമല്ലോ പോകുന്നത്. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ലൈനായിട്ട് ചെന്നിട്ട് ആ വരാന്തയിൽ കൂടെ നേരെ അങ്ങ് പോയി ഇങ്ങനെ അറ്റത്തെ വാതിൽ കൂടെ അകത്ത് കയറി അവിടെയാണ് ഭക്ഷണം വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് എടുത്ത് ഭക്ഷിക്കുക. ഭക്ഷണം വിളമ്പി കൊടുക്കാൻ 2-3 പേരുടെ സഹായം കൂടി നമുക്കൊന്ന് ആവശ്യമുണ്ട്. 3-4 പേർക്കൊന്ന് സഹായിക്കാവോ? ജസ്റ്റ് ഒന്ന് കയ്യിൽ നോക്കിയാൽ സ്ത്രീകളും. അതായത് എന്നിട്ട് ഭക്ഷണം കഴിഞ്ഞിട്ട് ആ സിസ്റ്റേഴ്സോടെ ഉണ്ട് നമ്മുടെ കൂടെ ആ ടേബിളോടൊക്കെ ഒന്ന് തുടയ്ക്കാനായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ സിസ്റ്റേഴ്സൊക്കെ ഭക്ഷണം ഇവരെടുത്ത് തരും. അത് കഴിഞ്ഞ് കഴിക്കുക. എന്നിട്ട് പിന്നെ വേസ്റ്റ് ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുക, ഒന്നും നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ആ പ്ലേറ്റ് നമ്മൾ തന്നെ കഴുകുന്നു. വരാന്തയിൽ തന്നെയുള്ള അവിടെ 2 അലുമിനിയം ബക്കറ്റുണ്ട്. അതിനകത്ത് നമ്മുടെ ഭക്ഷണത്തിൽ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അവിടെ നിക്ഷേപിക്കുക. എന്നിട്ട് ആ സൈഡിൽ തന്നെയുള്ള സ്റ്റീലിൻ്റെ ബേസിൻസ് അവിടെയാണ് നമ്മുടെ പാത്രം കഴുകുന്നത്. പ്ലേറ്റ് ആൻഡ് ഗ്ലാസസ് അത് കഴുകുന്ന അവിടെ. കൈയും വായും അവിടെ കഴുകരുത്, വാ കുപ്പി ഒഴിക്കരുത്. നമ്മൾ പ്ലേറ്റും ഗ്ലാസ്സും ഒക്കെ കഴുകേണ്ടത്. അപ്പോൾ അത് ഇങ്ങേ വശത്ത് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ഈ വശത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ ബേസിൻസ് ഉണ്ട്. അവിടെയാണ് കൈയും വായും ഒക്കെ കഴുകുന്നത്. അപ്പോൾ അവിടെ അങ്ങേ സൈഡിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ തുപ്പരുതെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ചിലരൊക്കെ വായിക്കാറുണ്ട് ഇവിടെ തപ്പരുതെന്ന് പറഞ്ഞിട്ട് വായിക്കാറുണ്ട്. തപ്പരുതെന്നല്ല, തുപ്പരുതെന്ന് തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ തപ്പേണ്ട ആവശ്യമൊന്നുമില്ല. പ്ലേറ്റും ഗ്ലാസും കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പ്ലേറ്റ് അവിടെ വെച്ചിട്ട് ഇങ്ങനെ വശത്തുനിന്ന് മറ്റേ കയ്യുമായി കഴിയും. പിന്നെ നമ്മുടെ ടൈം ടേബിള് അതൊക്കെ പറയും. ഇവിടെ നല്ല എഴുന്നേൽക്കുന്നുണ്ട്. എപ്പോഴും എഴുന്നേൽക്കേണ്ടതെന്നൊരു ചോദ്യമായിക്കോളൂ. 5:00 വേണോ 5:15 വേണോ എന്ന് 6 മണിക്ക് ഇവിടെ സപ്രാ പ്രാർത്ഥന ആരംഭിക്കും. നമുക്ക് എഴുന്നേൽക്കേണ്ടത് എപ്പോഴാണ്? ഒഫീഷ്യലായി എഴുന്നേൽക്കേണ്ടത്. നേരത്തെ എഴുന്നേൽക്കേണ്ടത് മറ്റുള്ളവരെ ശല്യപ്പെടുത്താതെ എഴുന്നേൽക്കാം. അതിനൊരു ബെല്ലടിക്കും എഴുന്നേൽക്കെന്ന് പറഞ്ഞുകൊണ്ട് 5:15 5:15 അടിക്കാം അല്ലേ? കുഴപ്പമില്ലല്ലോ. 5:15 അടിച്ചിട്ട് എഴുന്നേറ്റിട്ട് വാഷിംഗ് ഇടാൻ കഴിഞ്ഞ് അവിടെ വേണം കടുങ്കാപ്പി അവിടെ രാവിലെ വെച്ച് കടുങ്കാപ്പി വേണമായിരിക്കും അല്ലേ? അത് കഴിഞ്ഞ് 6 മണിക്ക് സപ്രാ പ്രാർത്ഥനയ്ക്കായിട്ട്